PSC ഇൻഫിനിറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ക്വസ്റ്റ്യൻ കോഡ് 178/2024 പ്രകാരം കേരള PSC 2024 ഡിസംബറിൽ തമിഴും മലയാളവും അറിയുന്നവർക്ക് വേണ്ടി ക്ലർക്ക് പരീക്ഷ നടത്തിയിരുന്നു. ആ പേപ്പറിൻ്റെ 60 ചോദ്യങ്ങളാണ് ഇന്നിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ചോദ്യങ്ങളിലേക്ക് കടക്കാം. 41-ാമത്തെ ചോദ്യം. ഹൃദയസ്പന്ദനം, ശ്വാസോച്ഛ്വാസം എന്നീ അനൈച്ഛിക പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്ന മസ്തിഷ്കത്തിൻ്റെ ഭാഗം ഏതാണ്? ഹൃദയസ്പന്ദനം, ശ്വാസോച്ഛ്വാസം എന്നീ അനൈച്ഛിക പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്ന മസ്തിഷ്ക ഭാഗമാണ് മെഡുല്ല ഒബ്ലോങ്ങേറ്റ. മെഡുല്ല ഒബ്ലോങ്ങേറ്റ. മസ്തിഷ്കത്തിൻ്റെ ഏറ്റവും വലിയ ഭാഗമാണ് സെറിബ്രം. അതുപോലെ ഐച്ഛിക പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്ന തലച്ചോറിൻ്റെ ഭാഗവുമാണ് സെറിബ്രം. ബുദ്ധി, ചിന്ത, ഭാവന, ഓർമ്മ എന്നിവയുമായി ബന്ധപ്പെട്ട തലച്ചോറിൻ്റെ ഭാഗമാണ് സെറിബ്രം. ഇന്ദ്രിയാനുഭവങ്ങൾ ഉളവാക്കുന്ന തലച്ചോറിലെ ഭാഗമാണ് സെറിബ്രം. മസ്തിഷ്കത്തിലെ രണ്ടാമത്തെ വലിയ ഭാഗമാണ് സെറിബെല്ലം. ലിറ്റിൽ ബ്രെയിൻ എന്നറിയപ്പെടുന്ന മസ്തിഷ്ക ഭാഗമാണ് സെറിബെല്ലം. ധാരാളം ചുളിവുകളും ചാലുകളും കാണപ്പെടുന്ന മസ്തിഷ്ക ഭാഗമാണ് സെറിബെല്ലം. ശരീരത്തിൻ്റെ തുലനാവസ്ഥയെ നിയന്ത്രിക്കുന്ന മസ്തിഷ്ക ഭാഗമാണ് സെറിബെല്ലം. മനുഷ്യ ശരീരത്തിലെ റിലേ സ്റ്റേഷൻ എന്നറിയപ്പെടുന്നത് തലാമസ് ആണ്. റിലേ സ്റ്റേഷൻ എന്നറിയപ്പെടുന്നത് തലാമസ് ആണ്. അതുപോലെ വേദന സംഹാരികൾ പ്രവർത്തിക്കുന്ന തലച്ചോറിലെ ഭാഗമാണ് തലാമസ്. 42-ാമത്തെ ചോദ്യം. ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ വൈറസ് രോഗം അല്ലാത്തതേതാണ്? ഉത്തരം ഓപ്ഷൻ സി, ഡിഫ്തീരിയ. ഡിഫ്തീരിയ ഒരു ബാക്ടീരിയ രോഗമാണ്. നിപ്പ, എയ്ഡ്സ്, ചിക്കൻ ഗുനിയ ഇവയെല്ലാം വൈറസ് രോഗങ്ങളാണ്. 43-ാമത്തെ ചോദ്യം. മനുഷ്യ ശരീരത്തിലെ യുവത്വ ഹോർമോൺ എന്നറിയപ്പെടുന്ന ഹോർമോൺ താഴെ കൊടുത്തവയിൽ ഏതാണ്? യുവത്വ ഹോർമോൺ എന്നറിയപ്പെടുന്ന ഹോർമോണാണ് തൈമോസിൻ. ഉത്തരം ഓപ്ഷൻ എ, തൈമോസിൻ. 44-ാമത്തെ ചോദ്യം. പോളിയോ എന്ന രോഗം വരാതിരിക്കാൻ നൽകുന്ന വാക്സിൻ ഏതാണ്? പോളിയോ രോഗം വരാതിരിക്കാൻ നൽകുന്ന വാക്സിനാണ് OPV വാക്സിൻ. 45-ാമത്തെ ചോദ്യം. 10 കിലോഗ്രാം മാസുള്ള വസ്തുവിൻ്റെ ഭൂകേന്ദ്രത്തിലെ ഭാരം എത്രയാണ്? 10 കിലോഗ്രാം മാസുള്ള വസ്തുവിൻ്റെ ഭൂകേന്ദ്രത്തിലെ ഭാരം 0 ആയിരിക്കും. 46-ാമത്തെ ചോദ്യം. ഒപ്റ്റിക്കൽ ഫൈബർ കേബിളുകളിൽ പ്രയോജനപ്പെടുത്തുന്ന പ്രകാശ പ്രതിഭാസം ഏതാണ്? പൂർണ്ണാന്തര പ്രതിപതനം. 47-ാമത്തെ ചോദ്യം. ഏത് നിയമത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഹൈഡ്രോളിക് ജാക്ക് പ്രവർത്തിക്കുന്നത്? ഏത് നിയമത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഹൈഡ്രോളിക് ജാക്ക് പ്രവർത്തിക്കുന്നത്? പാസ്കൽ നിയമത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. പാസ്കൽ നിയമം. 48-ാമത്തെ ചോദ്യം. സ്വർണം ലയിക്കുന്ന അക്വാറിജിയ ഏതൊക്കെ ചേരുന്നതാണ്? സ്വർണം ലയിക്കുന്ന അക്വാറിജിയ നൈട്രിക് ആസിഡ്, ഹൈഡ്രോക്ലോറിക് ആസിഡ് ഇവ അടങ്ങിയിരിക്കുന്നു. നൈട്രിക് ആസിഡും ഹൈഡ്രോക്ലോറിക് ആസിഡുമാണ് അക്വാറിജിയയിൽ അടങ്ങിയിരിക്കുന്നത്. 49-ാമത്തെ ചോദ്യം. ഏറ്റവും ഇലക്ട്രോനെഗറ്റീവായ മൂലകം ഏതാണ്? ഏറ്റവും ഇലക്ട്രോനെഗറ്റീവായ മൂലകമാണ് ഫ്ലൂറിൻ. 50-ാമത്തെ ചോദ്യം. താഴെ പറയുന്നവയിൽ ഇരുമ്പിൻ്റെ അയിര് അല്ലാത്തതാണ് ചോദിച്ചിരിക്കുന്നത്. ഉത്തരം വരുന്നത് ഓപ്ഷൻ സി. ബോക്സൈറ്റ് എന്നത് അലൂമിനിയത്തിൻ്റെ അയിരാണ്. അലൂമിനിയം. ഹേമറ്റൈറ്റും മാഗ്നറ്റൈറ്റും സിഡറൈറ്റും ഇരുമ്പിൻ്റെ അയിരുകളാണ്. 51-ാമത്തെ ചോദ്യം. തിരുവിതാംകൂർ മുസ്ലിം മഹാസഭയുടെ സ്ഥാപകൻ ആരാണ്? തിരുവിതാംകൂർ മുസ്ലിം മഹാസഭയുടെ സ്ഥാപകനാണ് വക്കം അബ്ദുൽ ഖാദർ മൗലവി. 52-ാമത്തെ ചോദ്യം. മലയാള ഭാഷയിൽ അച്ചടിച്ച ആദ്യത്തെ പുസ്തകം ഏതാണ്? മലയാള ഭാഷയിൽ അച്ചടിച്ച ആദ്യത്തെ പുസ്തകമാണ് സംക്ഷേപ വേദാർത്ഥം. 53-ാമത്തെ ചോദ്യം. താഴെ കൊടുത്തിരിക്കുന്ന സംഭവങ്ങളുടെ ശരിയായ കാലഗണന കണ്ടെത്തി എഴുതുക. താഴെ കൊടുത്തിരിക്കുന്ന സംഭവങ്ങളുടെ ശരിയായ കാലഗണന എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഉത്തരം വരുന്നത് ഓപ്ഷൻ എ. കുറിച്യ കലാപം നടന്നത് 1812-ലാണ്. വേലുത്തമ്പി ബ്രിട്ടീഷുകാർക്കെതിരെ നടത്തിയ കലാപം 1809-ലാണ്.
മലബാർ കലാപം നടന്നത് 1921. ചാന്നാർ ലഹള നടന്നത് 1859. ഇതിൽ ആദ്യം നടന്നത് 1809 നടന്ന വേലുത്തമ്പിയുടെ കലാപം, പിന്നീട് കുറിച്യ കലാപം, അത് കഴിഞ്ഞ് ചാന്നാർ ലഹള, പിന്നീട് മലബാർ കലാപം. അപ്പോൾ ഉത്തരം വരുന്നത് ഓപ്ഷൻ എ. 54-ാമത്തെ ചോദ്യം. കേരളത്തിലെ ആദ്യത്തെ സ്വദേശീയ പ്രിന്റിംഗ് പ്രസ്സായ സെന്റ് ജോസഫ് പ്രസിന്റെ സ്ഥാപകനാരാണ്? കേരളത്തിലെ ആദ്യത്തെ സ്വദേശീയ പ്രിന്റിംഗ് പ്രസ്സായ സെന്റ് ജോസഫ് പ്രസിന്റെ സ്ഥാപകൻ ആരാണ്? ഉത്തരം ഓപ്ഷൻ ഡി, മാർ കുര്യാക്കോസ് ഏലിയാസ് ചാവറ. മാർ കുര്യാക്കോസ് ഏലിയാസ് ചാവറ. 55-ാമത്തെ ചോദ്യം. വരിക വരിക സഹചരെ, വലിയ സഹന സമരമായി കരളുറച്ച് കൈകൾ കോർത്ത് കാൽനടക്കി പോകുന്ന ദേശീയ ബോധം ഉണർത്തുന്ന ഈ വരികൾ രചിച്ചത് ആരാണ്? അംശി നാരായണ പിള്ളയുടെ വരികളാണിത്. അംശി നാരായണ പിള്ള. 56-ാമത്തെ ചോദ്യം. താഴെ കൊടുത്തിരിക്കുന്നവയിൽ ബാലഗംഗാധര തിലകിന്റെ നേതൃത്വത്തിൽ ആരംഭിച്ച പ്രസിദ്ധീകരണങ്ങൾ ഏതൊക്കെയാണ്? ബാലഗംഗാധരൻ തിലകിന്റെ നേതൃത്വത്തിൽ ആരംഭിച്ച പ്രസിദ്ധീകരണങ്ങൾ ഏതൊക്കെയാണ്? കേസരി മറാത്ത. കേസരി മറാത്ത. ന്യൂ ഇന്ത്യ, കോമൺവീലും ആനി ബസന്റിന്റെ പ്രസിദ്ധീകരണങ്ങളാണ്. അതുപോലെ യങ് ഇന്ത്യ, ഹരിജൻ ഇവ ഗാന്ധിജിയുടെ പ്രസിദ്ധീകരണങ്ങളാണ്. 57-ാമത്തെ ചോദ്യം. താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകളിൽ ലാഹോർ കോൺഗ്രസുമായി ബന്ധമില്ലാത്തത് ഏതാണ്? ബന്ധമില്ലാത്തതാണ് ചോദിച്ചിരിക്കുന്നത്. ഉത്തരം ഓപ്ഷൻ ഡി, 2 മാത്രം. അപ്പോൾ ലാഹോർ കോൺഗ്രസുമായി ബന്ധമുള്ള പ്രസ്താവനകൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ജവഹർലാൽ നെഹ്റു കോൺഗ്രസിന്റെ പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ടു. ലാഹോർ കോൺഗ്രസിൽ അധ്യക്ഷനായത് ജവഹർലാൽ നെഹ്റു ആയിരുന്നു. ഇത് ശരിയായ പ്രസ്താവനയാണ്. അതുപോലെ ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ ഒരു നിയമലംഘന പ്രസ്ഥാനം ആരംഭിക്കുവാൻ തീരുമാനിച്ചു. ഇതും ശരിയായ പ്രസ്താവനയാണ്. 1930 ജനുവരി 26-ന് സ്വാതന്ത്ര്യദിനമായി ആഘോഷിക്കുവാൻ തീരുമാനിച്ചു. ഈ പ്രസ്താവനയും ശരിയാണ്. തെറ്റായതാണ് നമ്മളോട് ചോദിച്ചത്. ഉത്തരം വരുന്നത് ഓപ്ഷൻ ഡി, 2 മാത്രം. 58-ാമത്തെ ചോദ്യം. താഴെ കൊടുത്തിരിക്കുന്ന വർഷങ്ങളും സംഭവങ്ങളും തമ്മിലുള്ള ബന്ധം മനസ്സിലാക്കി ശരിയായ രീതിയിൽ ക്രമീകരിച്ചിട്ടുള്ള ഉത്തരം കണ്ടെത്തുക. ഉത്തരം ഓപ്ഷൻ എ ആണ്. ഓപ്ഷൻ എ. ക്യാബിനറ്റ് മിഷൻ 1946. ലീഗിന്റെ പാകിസ്ഥാൻ ഡിമാൻഡ് 1940. ക്വിറ്റ് ഇന്ത്യ പ്രസ്ഥാനം 1942. മൗണ്ട് ബാറ്റൺ പ്ലാൻ 1947. 59-ാമത്തെ ചോദ്യം. എ വിഭാഗത്തിലെ 2 ഭാഗങ്ങൾ തമ്മിലുള്ള ബന്ധം മനസ്സിലാക്കി അതുപോലെ ബി വിഭാഗം പൂരിപ്പിക്കുക. 1857 കലാപവുമായി ബന്ധപ്പെട്ടാണ് ചോദിച്ചിരിക്കുന്നത്. നാനാ സാഹിബ് നേതൃത്വം നൽകിയത് കാൺപൂരിലാണ്. അതുപോലെ ഷാമാൽ നേതൃത്വം നൽകിയത് ബറോട്ടിലാണ്. ബറോട്ട്. ഉത്തരം വരുന്നത് ഓപ്ഷൻ സി. 60-ാമത്തെ ചോദ്യം. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ആദ്യത്തെ വനിതാ പ്രസിഡന്റ് ആരാണ്? ആനി ബസന്റ് ആണ്. ആനി ബസന്റ്. 61-ാമത്തെ ചോദ്യം. ഭൂമി എന്ന അർത്ഥം വരുന്ന പദം ഏതാണ്? ഭൂമി എന്ന അർത്ഥം വരുന്ന പദമാണ് മഞ്ഞ്. ഉത്തരം ഓപ്ഷൻ സി, മഞ്ഞ്. 62-ാമത്തെ ചോദ്യം. പിരിച്ചെഴുതുക. ഇവൾ. ഇവൾ എങ്ങനെയാണ് പിരിച്ചെഴുതുന്നത്? ഇ പ്ലസ് അൾ ആണ് ഇവൾ. ഉത്തരം ഓപ്ഷൻ ബി എ, ഇ പ്ലസ് അൾ. 63-ാമത്തെ ചോദ്യം. സ്വാർത്ഥൻ എന്ന പദത്തിന്റെ പുല്ലിംഗ പ്രത്യയം ഏതാണ്? സ്വാർത്ഥൻ എന്ന പദത്തിലെ പുല്ലിംഗ പ്രത്യയമാണ് അൻ. ഉത്തരം ഓപ്ഷൻ ബി, അൻ. 64-ാമത്തെ ചോദ്യം. ഗൃഹത്തെ സംബന്ധിച്ചത് ഒറ്റപ്പദം എഴുതുക. ഗൃഹത്തെ സംബന്ധിച്ചത് ഗാർഹികം. ഉത്തരം ഓപ്ഷൻ ഡി, ഗാർഹികം. 65-ാമത്തെ ചോദ്യം. അലിംഗ ബഹുവചനത്തിന് ഉദാഹരണം എഴുതുക. അലിംഗ ബഹുവചനത്തിന് ഉദാഹരണമാണ് ജോലിക്കാർ. ഉത്തരം ഓപ്ഷൻ സി. 66-ാമത്തെ ചോദ്യം. ശതകം ചൊല്ലിക്കുക എന്ന ശൈലിയുടെ അർത്ഥം എന്താണ്? ശതകം ചൊല്ലിക്കുക എന്ന ശൈലിയുടെ അർത്ഥമാണ് വിഷമിപ്പിക്കുക. 67-ാമത്തെ ചോദ്യം. സഫലം വിപരീത പദം എഴുതുക. സഫലത്തിന്റെ വിപരീത പദമാണ് വിഫലം. വിഫലം. ഉത്തരം ഓപ്ഷൻ എ, വിഫലം.
68-ാമത്തെ ചോദ്യം ശരിയായ പദം ഏതാണ്? ഉത്തരം ഓപ്ഷൻ ഡി പ്രക്ഷുബ്ധം. 69-ാമത്തെ ചോദ്യം ആമോദം സമാന പദം എഴുതുക. ആമോദത്തിൻ്റെ സമാന പദമാണ് സന്തോഷം. ഉത്തരം ഓപ്ഷൻ എ സന്തോഷം. 70-ാമത്തെ ചോദ്യം ചേർത്ത് എഴുതുക. കരഞ്ഞു പ്ലസ് ഇല്ല, കരഞ്ഞില്ല. ഉത്തരം ഓപ്ഷൻ സി കരഞ്ഞില്ല. 71-ാമത്തെ ചോദ്യം ഡംഭം പര്യായ പദം എഴുതുക. ഡംഭത്തിൻ്റെ പര്യായ പദമാണ് അഹങ്കാരം. ഉത്തരം ഓപ്ഷൻ ബി അഹങ്കാരം. 72-ാമത്തെ ചോദ്യം ഉചിതമായ ഘടകപദം ഉപയോഗിച്ച് വാക്യങ്ങൾ ചേർത്തെഴുതുക. അച്ഛൻ ഒരുപാട് വഴക്ക് പറഞ്ഞു, കുട്ടി നിർത്താതെ കരഞ്ഞു. ഉത്തരം വരുന്നത് ഓപ്ഷൻ എ അപ്പോൾ. അച്ഛൻ ഒരുപാട് വഴക്ക് പറഞ്ഞപ്പോൾ കുട്ടി നിർത്താതെ കരഞ്ഞു. 73-ാമത്തെ ചോദ്യം ചിന്മയം പിരിച്ചെഴുതുക. ചിന്മയം എങ്ങനെയാണ് പിരിച്ചെഴുതുന്നത്? ചിത് പ്ലസ് മയമാണ് ചിന്മയം. ചിത് പ്ലസ് മയം. 74-ാമത്തെ ചോദ്യം കൃശത്തിൻ്റെ വിപരീത പദമാണ് ചോദിച്ചിരിക്കുന്നത്. കൃശത്തിൻ്റെ വിപരീത പദമാണ് മീതുരം. 75-ാമത്തെ ചോദ്യം സാക്ഷി. സാക്ഷിയുടെ സ്ത്രീലിംഗ പദം ഏതാണ്? സാക്ഷിണിയാണ് സാക്ഷിയുടെ സ്ത്രീലിംഗ പദം. 76-ാമത്തെ ചോദ്യം ദുഃഖം സമാന പദം എഴുതുക. ദുഃഖത്തിൻ്റെ സമാന പദമാണ് ഇണ്ടൽ. ഇണ്ടൽ എന്നാൽ ദുഃഖം എന്നാണ് അർത്ഥം. 77-ാമത്തെ ചോദ്യം ശരിയായ പദം എഴുതുക. ശരിയായ പദം ഏതാണ്? നികൃഷ്ടം. ഇതാണ് ശരിയായ പദം. 78-ാമത്തെ ചോദ്യം പിന്നിൽ നിന്ന് കുത്തുക എന്നതിൻ്റെ പരിഭാഷ എന്താണ്? പിന്നിൽ നിന്നും കുത്തുക എന്നതിൻ്റെ പരിഭാഷയാണ് ബാക്ക് സ്റ്റാബിംഗ്. ഉത്തരം ഓപ്ഷൻ ബി ബാക്ക് സ്റ്റാബിംഗ്. 79-ാമത്തെ ചോദ്യം ശരിയായ വാക്യം എഴുതുക. ഉത്തരം ഓപ്ഷൻ ഡി വിടർന്നു നിന്ന പൂക്കൾ വെയിലേറ്റ് കരിഞ്ഞു. ഇതാണ് ശരിയായ പദം. 80-ാമത്തെ ചോദ്യം എന്നും പകിട 12 എന്ന പഴഞ്ചൊല്ലിൻ്റെ അർത്ഥം എന്താണ്? എന്നും പകിട 12 എന്ന് പറഞ്ഞാൽ എന്നും വിജയം എന്നാണ് അർത്ഥം. എന്നും വിജയം. 81-ാമത്തെ ചോദ്യം ചൂസ് ദ കറക്റ്റ് ഫോം ഓഫ് ദ വെർബ് ഫ്രം ദ ഓപ്ഷൻസ് ടു കംപ്ലീറ്റ് ദ സെൻറ്റൻസ്. ഹി ഡാഷ് എ മൂവി എവറി സൺഡേ. ഹി വാച്ചസ് എ മൂവി എവറി സൺഡേ. ഉത്തരം ഓപ്ഷൻ എ വാച്ചസ്. 82-ാമത്തെ ചോദ്യം എ ലാർജ് ഗ്രൂപ്പ് ഓഫ് ഇൻസെക്ട്സ് മൂവിങ് ഇൻ എ മാസ് ഈസ് കാൾഡ് സ്വാം. ഉത്തരം ഓപ്ഷൻ സി സ്വാം. 83-ാമത്തെ ചോദ്യം ഫൈൻഡ് ഔട്ട് ദ സ്യൂട്ടബിൾ ആർട്ടിക്കിൾ ഫ്രം ദ ഓപ്ഷൻസ് ഗിവൺ ബിലോ. ദേ ടാക്ക്ഡ് ഫോർ എൻ അവർ. ഉത്തരം വരുന്നത് ഓപ്ഷൻ ബി എൻ. About the wonderful performance. They talked for an hour about the wonderful performance. 84-ാമത്തെ ചോദ്യം which among the following is a synonym of the word dismal? Dismal means gloomy. ഉത്തരം ഓപ്ഷൻ ബി gloomy. 85-ാമത്തെ ചോദ്യം can you start the project tomorrow? The manager asked us. Choose the reported form of this sentence from the options given below. ഉത്തരം ഓപ്ഷൻ എ ദ മാനേജർ ആസ്ക്ഡ് us whether he could start the project the next day. ഉത്തരം ഓപ്ഷൻ എ. 86-ാമത്തെ ചോദ്യം ചൂസ് ദ അപ്രോപ്രിയേറ്റ് ഫ്രേസൽ വെർബ് ടു കംപ്ലീറ്റ് ദ സെൻറ്റൻസ്. വി ഹാവ് ഡാഷ് ഓഫ് മിൽക്ക്. വുഡ് യു ലൈക്ക് മിൽക്ക് പൗഡർ ഇൻസ്റ്റഡ്? ഉത്തരം ഓപ്ഷൻ ഡി റൺ ഔട്ട്. 87-ാമത്തെ ചോദ്യം സെലക്ട് ആൻ അപ്രോപ്രിയേറ്റ് ക്വസ്റ്റ്യൻ ടാഗ് ഫോർ ദ ഫോളോയിങ് സെൻറ്റൻസ്. He seldom answers any questions. ഉത്തരം ഓപ്ഷൻ എ ഡസ് ഹി. സെൽഡം എന്നത് നെഗറ്റീവ് വേർഡാണ്, അപ്പോൾ ടാഗ് പോസിറ്റീവ് ആയിരിക്കണം. അപ്പോൾ ഉത്തരം വരുന്നത് ഡസ് ഹി. 88-ാമത്തെ ചോദ്യം വിച്ച് among the following is an antonym of the word appropriate? ഉത്തരം ഓപ്ഷൻ സി inappropriate. 89-ാമത്തെ ചോദ്യം വാക്കിംഗ് ഈസ് എ ഗുഡ് എക്സസൈസ്. ഇൻ ദിസ് സെൻറ്റൻസ് വാക്കിംഗ് ഈസ് യൂസ്ഡ് ആസ് നൗൺ. ഉത്തരം ഓപ്ഷൻ ഡി നൗൺ. 90-ാമത്തെ ചോദ്യം ചൂസ് ദ കറക്റ്റ് ഓപ്ഷൻ ടു കംപ്ലീറ്റ് ദ സെൻറ്റൻസ്. ഇഫ് വി ഹാഡ് റിഹേഴ്സ്ഡ് വെൽ
We would have won the competition. If we had rehearsed well, we would have won the competition. ഉത്തരം ഓപ്ഷൻ ബി. 91-ാമത്തെ ചോദ്യം. A person who does clever tricks which appear magical is called conjurer. ഉത്തരം ഓപ്ഷൻ സി. 92-ാമത്തെ ചോദ്യം. Which among the following is an irregular verb? Irregular verb. ഉത്തരം വരുന്നത് ഓപ്ഷൻസ് ഡി റൺ. 93-ാമത്തെ ചോദ്യം. Fill in the blanks using the right preposition. There is a river beside my house. അരികെ എന്ന മീനിങ് ആണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഉത്തരം വരുന്നത് ഓപ്ഷൻ എ ബിസൈഡ്. ബിസൈഡ്സ് മീൻസ് കൂടാതെ. There is a river beside my house. 94-ാമത്തെ ചോദ്യം. The party was attended by an august group of people. In this sentence, august as an adjective means impressive. ഉത്തരം ഓപ്ഷൻ ഡി impressive. 95-ാമത്തെ ചോദ്യം. No sooner had she left the house dash it started raining. Complete the sentence using the right option. ഉത്തരം വരുന്നത് ഓപ്ഷൻ സി than. No sooner had she left the house than it started raining. 96-ാമത്തെ ചോദ്യം. Which among the following is the correctly spelled word? ഉത്തരം ഓപ്ഷൻ ബി ബിസിനസ്. BUSINESS. 97-ാമത്തെ ചോദ്യം. Changed into passive voice. They are following us. ഉത്തരം ഓപ്ഷൻ സി we are being followed by them. We are being followed by them. 98-ാമത്തെ ചോദ്യം. We have a Herculean task in front of us. In this sentence, Herculean task stands for a tough task. Herculean task means a tough task. 99-ാമത്തെ ചോദ്യം. No other girl in this class is as studious as Nita. Which sentence among the following conveys the same meaning? ഉത്തരം ഓപ്ഷൻ ബി Nita is the most studious girl in this class. ഉത്തരം ഓപ്ഷൻ ബി. 100-ാമത്തെ ചോദ്യം. The train will arrive at 4 p.m. Here p.m. can be expanded as post meridian. Post meridian. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി.